യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കൈത്താക്കാലം 6-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. സഭയുടെ വളർച്ചയുടെയും ആത്മീയ യാത്രയുടെയും ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ തിരുവചന വായനകൾ ദൈവവും സഭയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. തിരുവചന വായനകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായും നാം കാണുന്നത് ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന വലിയ സത്യം തിരിച്ചറിയുകയാണ്. 1-ാം വായനയായ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് നാം കേൾക്കുന്നു. 40 രാവും 40 പകലും മഴ പെയ്ത ഭൂമിയിൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ നോഹയും അവനോടൊപ്പമുള്ളവരും പെട്ടകത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു. ഏകദേശം 370ഓളം ദിവസങ്ങളാണ് നോഹയും പെട്ടകത്തിലുള്ളവരും കഴിഞ്ഞുകൂടുക. പ്രളയം അവസാനിക്കുകയും വെള്ളം കുറയുകയും ചെയ്തപ്പോൾ ദൈവ സംരക്ഷണത്തിൻ്റെ ദിനങ്ങൾ തൊട്ടറിഞ്ഞ് പെട്ടകത്തിൽ നിന്നും കരയിലിറങ്ങി വസിക്കാൻ ഒരുങ്ങുന്ന നോഹയുടെ സംഭവമാണ് 1-ാം ആനയിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. നോഹയുടെ പെട്ടകം സഭയുടെ ഒരു പ്രതീകമായി നമുക്ക് കാണാം. പഴയ നിയമത്തിലെ പെട്ടകം ദൈവജനത്തെ പ്രളയത്തിൽ നിന്ന് സംരക്ഷിച്ചതുപോലെ പുതിയ നിയമത്തിലെ സഭയിലും ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ പ്രളയങ്ങൾക്കിടയിലും സഭ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഇടമായി മാറുന്നു. 2-ാം വായനയായ ഉത്തമഗീതത്തിൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള വധൂവര ബന്ധത്തിൻ്റെ മനോഹരമായ ചിത്രം നാം കാണുകയാണ്. ദൈവം തൻ്റെ ജനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വായന. 3-ാം വായനയായ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ കാണുന്ന സ്വർഗീയ ജെറുസലേം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ പൂർണ്ണതയുടെ ദൃശ്യമാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമായി തിരുവചനം അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ട 12 അപ്പസ്തോലന്മാരിലൂടെ ആരംഭിച്ച സഭ അപ്പസ്തോലിക പാരമ്പര്യത്തിലൂടെ മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, വിശ്വാസികൾ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിൽ ഒരേ സഭയുടെ ശരീരമായി മുന്നേറുകയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ എപ്രകാരമാണ് എന്നുള്ളത് വിശുദ്ധ യോഹന്നാൻ തനിക്ക് ലഭിച്ച വെളിപാടിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ഇന്നത്തെ വായനകളിൽ സഭയെ നാം 3 മനോഹര ചിത്രങ്ങളിലൂടെ കാണുകയാണ്. 1, നോഹയുടെ പെട്ടകമായി ദൈവത്തിൽ അഭയം തേടിയിരിക്കുന്ന സഭ. 2, വധുവര ബന്ധമായി സ്നേഹത്തിൻ്റെ സഭ. 3, സ്വർഗീയ ജെറുസലേമായി പ്രത്യാശയുടെ സഭ. ഇവയെല്ലാം ഒന്നിച്ചു ചേർക്കുന്നത് ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും കൂടുതൽ വ്യക്തമായി നാം കാണുകയാണ്. ശിഷ്യന്മാർ കടലിൻ്റെ നടുവിലാണ്. ഇരുട്ടായി ശക്തമായ കാറ്റ് വീശുന്നു. അവരുടെ വള്ളം ആടി ഉലയുന്നു. യേശു അവരോടൊപ്പമില്ലെന്ന് അവർക്കത് അറിയുന്ന സമയത്താണ് യേശു വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ക്രിസ്തു പറയുകയാണ്, ഞാനാണ്, ഭയപ്പെടേണ്ട. ബൈബിളിൽ ആവർത്തിച്ച് കേൾക്കുന്ന ആശ്വാസത്തിൻ്റെ വാക്കുകളിലൊന്നാണ് ഭയപ്പെടേണ്ട. ഇന്ന് സഭയിൽ അംഗങ്ങളായിരിക്കുന്ന നമ്മോടും യേശു പറയുന്ന വാക്കും ഇത് തന്നെയാണ്, ഞാനാണ്, ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, മനുഷ്യബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടാകാം. ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വരാം. എന്നാൽ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു എന്നത് ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്നതിൻ്റെ അടയാളമല്ല. മറിച്ച് പലപ്പോഴും കൊടുങ്കാറ്റിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും ആഴത്തിൽ തിരിച്ചറിയാൻ കഴിയുക. ശക്തമായ കാറ്റ് ഉടൻ ശമിച്ചില്ലെങ്കിലും ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു വന്നു. കാറ്റ് ശമിക്കുന്നതിന് മുമ്പ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്,
എന്ന ഉറപ്പാണ് അവിടുന്ന് നൽകിയത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ജീവന്റെ അപ്പം എന്ന വലിയ രഹസ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ അതേ ക്രിസ്തു നമ്മോട് കൂടെ വസിക്കുന്നു. നമ്മുടെ വള്ളത്തിലേക്ക് കയറി വരുന്ന ക്രിസ്തുവാണ് വിശുദ്ധ കുർബാനയിലെ ക്രിസ്തു. നമ്മുടെ ഏകാന്തതയിലും ക്ഷീണത്തിലും പ്രതിസന്ധികളിലും നമ്മോടൊപ്പം വസിക്കുന്ന ക്രിസ്തു. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നാം നമ്മോട് തന്നെ ഒരു 2 ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ കൊടുങ്കാറ്റ് എന്താണ്? ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ഞാൻ യേശുവിനെ തിരിച്ചറിയുന്നുണ്ടോ? പ്രശ്നങ്ങൾ അവസാനിച്ചില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഞാനാണ്, ഭയപ്പെടേണ്ട. ഈ വചനം നമുക്കെന്നും ധൈര്യവും പ്രത്യാശയുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കൊടുങ്കാറ്റിലും വിശ്വാസത്തോടെ ക്രിസ്തുവിനെ വിളിക്കുവാനും സഭയോടൊത്ത് ജീവിക്കുവാനും ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ധീര സാക്ഷികളായി തീരുവാൻ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.